ഹായ്, എല്ലാവർക്കും ട്രിക്ടൈൻ്റെ വീക്കിലി കറണ്ട് അഫയർസ് സെക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യാം, ഒന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ ആദ്യ ചോദ്യം 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആര് എന്നുള്ളതാണ് അല്ലേ. അങ്ങനെ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നിരിക്കുന്നു. നമ്മുടെ ഇപ്രാവശ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നിരിക്കുന്നത് ഓഗസ്റ്റ് മാസം 22ാം തീയതിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടന്നിരിക്കുന്നു. നമുക്കറിയാം, എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2ാമത്തെ ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് മാസം 22ാം തീയതി നടന്നു. ആര് വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോമ ചുണ്ടനാണ് എന്ത് ചെയ്യുന്നത്, ഇപ്രാവശ്യത്തെ നെഹ്റു ട്രോഫി വിജയിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ആരോമ ചുണ്ടനാണ്. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് നടുഭാഗം ചുണ്ടനായിരുന്നു. 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. PSCയുടെ ഇഷ്ടപ്പെട്ട ചോദ്യം എന്താ, നെഹ്റു ട്രോഫിയുമായി ചോദിക്കുകയാണെങ്കിൽ നമ്മളോട് നെഹ്റു ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നു അല്ലെങ്കിൽ ഏത് കായലാണ്? യെസ്, പുന്നമട കായലാണ്. നമ്മൾ മുന്നേ ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഴു എന്ന വേഴാമ്പൽ അല്ലെ. ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ വേഴു എന്ന വേഴാമ്പൽ കൂടിയായിരുന്നു ഭാഗ്യചിഹ്നം. അങ്ങനെ 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ചോദിക്കും. ആരോമ ചുണ്ടനാണ് വിജയിച്ചിരിക്കുന്നത്. ആരോമ ചുണ്ടനാണ് ഇപ്രാവശ്യത്തെ വിജയി. അടുത്തൊരു ലബോറട്ടറി നിലവിൽ വരുന്നതാണ്. നാഷണൽ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് സ്കീമിന്റെ ഭാഗമായി കേരളത്തിൽ കേന്ദ്ര ഫോറൻസിക് സയൻസ് ലബോറട്ടറി എവിടെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വരുന്നത്? തിരുവനന്തപുരത്താണ് വരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയുന്നു, നാഷണൽ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് സ്കീമിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ കേന്ദ്ര ഫോറൻസിക് സയൻസ് ലബോറട്ടറി എവിടെ വരികയാണ്? തിരുവനന്തപുരത്ത്. ഫോറൻസിക് ലബോറട്ടറി തിരുവനന്തപുരത്ത് വരികയാണ്. അടുത്ത ചോദ്യം ഒരു പദ്ധതിയാണ്. നമ്മൾ മുന്നേ ഇത് 2026 16ാം കേരള നിയമസഭാ മന്ത്രിസഭയിൽ VD സതീശൻ അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി ഈ വരുന്ന ചിങ്ങം 1 മുതൽ തുടങ്ങിയിരിക്കുന്നു അല്ലേ. ചിങ്ങം 1 മുതൽ ഓഗസ്റ്റ് മാസം 17ാം തീയതി മുതൽ പദ്ധതി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് പദ്ധതി എന്നുള്ളതാണ്? കൃഷിയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അംഗീകരിച്ച് അവരുടെ കാർഷിക ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൃഷി സഖി പദ്ധതി. അപ്പോൾ കൃഷിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ സ്ത്രീകളുടെ പ്രോത്സാഹനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയും കൂടിയാണ് കൃഷി സഖി പദ്ധതി. മുന്നേ ഈ പദ്ധതി വന്നതാണ്, പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വരുന്ന ചിങ്ങം 1 ആരംഭിച്ചു എന്നുള്ളതായിരുന്നു. അങ്ങനെ പദ്ധതി എന്ത് ചെയ്യണം, അവനെയാണ് കൃഷി സഖി പദ്ധതി അല്ലെ. കൃഷി സഖി പദ്ധതി ആ പേരിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം, പദ്ധതി നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. നിലവിൽ ആരാണ് കേരളത്തിൽ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് കൈകാര്യം ചെയ്യുന്നു? ടി സിദ്ദിഖാണ് കേരളത്തിൽ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ടി സിദ്ദിഖാണ് കേരളത്തിൽ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. കൃഷി സഖി പദ്ധതി ഓർത്തു വെച്ചോളുക. നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, AI കിഡ്സ് ഓഫ് ഇന്ത്യ എന്ന വിളിപ്പേരുള്ള മലയാള ബാലൻ. എന്തിനൊരു മലയാള ബാലന് ഇങ്ങനെ ഒരു വിളിപ്പേര് നമ്മൾ ഇവിടെ എന്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. അദ്ദേഹം കൊച്ചു ചെറുക്കൻ, 17 വയസ്സുള്ള ഈ ചെറുക്കൻ, ഈ ബാലൻ ഒരു 15 പേരൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റാർട്ട് പരിപാടിയൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് അതുമായി റിലേറ്റ് ചെയ്ത അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുന്നു. ഒത്തിരി ടൂളുകളൊക്കെ ഉപയോഗിച്ചുള്ള പല സാങ്കേതിക വിദ്യയും സെറ്റ് ചെയ്യുന്നു. അങ്ങനെ മലയാളിയായ പത്തനംതിട്ട ജില്ലാ സ്വദേശിയായ റൗൾ ജോൺ അജു എന്ന് പറയുന്ന പയ്യൻ, അദ്ദേഹത്തെ ഇനി നമുക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാം? AI കിഡ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയാം. ഉറപ്പായിട്ട് ഇനി വരുന്ന ഒരു എക്സാമിനൊക്കെ നമ്മളോട് PSCയിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. AI കിഡ്സ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആര് എന്നുള്ളതായിരിക്കും നമ്മളോട് ചോദിക്കാൻ പോവുക. അല്ലെങ്കിൽ AI കിഡ്സ് ഓഫ് എന്നറിയപ്പെടുന്ന വിളിപ്പേരുള്ള മലയാളി അല്ലെങ്കിൽ റൗൾ ജോൺ അജു ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നൊക്കെ ചോദിക്കാം. AI കിഡ്സ് ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, അറിയുന്നു. അങ്ങനെ AI കിഡ്സ് ഓഫ് ഇന്ത്യ എന്ന വിളിപ്പേരുള്ള മലയാള ബാലൻ ആര് അല്ലെങ്കിൽ മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൗൾ ജോൺ അജു ആണ്. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ബ്രാൻഡ് പാസഞ്ചർ ട്രെയിൻ വന്നിരിക്കുന്നു. രാജ്യത്തെ തന്നെ ആദ്യത്തെ സ്വകാര്യ ബ്രാൻഡ് പാസഞ്ചർ ട്രെയിനായിട്ട് മാറിയിരിക്കുന്നത് സ്പ്രൈറ്റ്
തേജസ് എക്സ്പ്രസ് ആണ് അല്ലേ. തേജസ് എക്സ്പ്രസ് നമുക്കറിയാം ഡൽഹി ടു ലക്നൗ അല്ലേ, ലക്നൗ കണക്ട് ചെയ്ത് പോകുന്നു. ആ തേജസ് എക്സ്പ്രസ് എന്ത് ചെയ്യുന്നു? സ്വകാര്യ കമ്പനി ആയിരിക്കുന്ന അല്ലേ സ്പ്രൈറ്റുമായിട്ട് ദേ ചേർന്ന് പോകുന്നു. അങ്ങനെ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ബ്രാൻഡ് പാസഞ്ചർ ട്രെയിൻ നമ്മളോട് തീർച്ചയായിട്ടും ചോദിക്കും അല്ലേ. സ്പ്രൈറ്റ് തേജസ് എക്സ്പ്രസ് ആണ് ഈ വരുന്ന നമ്മുടെ 2026 ഓഗസ്റ്റ് മാസം 19 മുതൽ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളോട് ചോദിക്കും രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ബ്രാൻഡ് പാസഞ്ചർ ട്രെയിനായിട്ട് മാറിയത് സ്പ്രൈറ്റ് തേജസ് എക്സ്പ്രസ് ആണ്. നോക്കി വെച്ചോളുക, ചോദിച്ചാൽ നമ്മൾ എഴുതണം. അടുത്ത ചോദ്യം, ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ചാവേർ ഡ്രോൺ ഏത് എന്നുള്ളതാണ്. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ചാവേർ ഡ്രോൺ ചോദിക്കുകയാണെങ്കിൽ ദിവ്യാസ്ത്ര MK3 എന്നാണ് ആ ഡ്രോണിന്റെ പേര്. ദിവ്യാസ്ത്ര MK3. ദിവ്യാസ്ത്ര MK3 താഴെ തന്നിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അങ്ങനെ ഒരു ചോദ്യം നമ്മൾ തിരിച്ചു പ്രതീക്ഷിക്കുക. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതൊരു ഡ്രോൺ ആണ്, ചാവേർ ഡ്രോൺ. ഇത് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതാണോ? യെസ്. അപ്പൊ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ചാവേർ ഡ്രോൺ എന്ന് ചോദിച്ചാൽ ഏതാണ്? ദിവ്യാസ്ത്ര MK3 ആണ്. അതിന്റെ പേര് ദിവ്യാസ്ത്ര MK3 ആണ്. അടുത്ത ചോദ്യം, ഏത് രാജ്യവുമായി ചേർന്നാണ് ഹോർമൂസിൽ പുതിയ കപ്പൽശാല നിർമ്മിക്കാനുള്ള കരാറിൽ ഇറാൻ ഒപ്പുവെക്കുന്നത് അല്ലെ? നമുക്കറിയാം ഇപ്പോഴും അമേരിക്ക ഇറാൻ തമ്മിലുള്ള യുദ്ധങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. ഇത് ഓരോ ദിവസം കഴിയുന്നവരും ഓരോ പുതിയ വാർത്തകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാ ഇറാൻ എന്ത് ചെയ്യാണ്? ഹോർമൂസ് കടലിടുക്കിൽ മറ്റൊരു രാജ്യമായിട്ട് ചേർന്നുകൊണ്ട് ഒരു പുതിയ കപ്പൽശാല നിർമ്മിക്കുവാനായിട്ട് പോകുന്നു. അത് ഏത് രാജ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമാനുമായിട്ടാണ്. ഇറാൻ ഏത് രാജ്യവുമായിട്ടാണ് ഹോർമൂസിൽ പുതിയ കപ്പൽശാല നിർമ്മിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒമാനുമായിട്ടാണ്. നമുക്കറിയാം അമേരിക്ക ഇറാന്റെ പരമോന്നത നേതാവായിരിക്കുന്ന അല്ലെ ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചു അല്ലെ. 2026 ഫെബ്രുവരി മാസം 28 എന്ത് ചെയ്യാണ്? ഹോർമൂസ് കടലിടുക്ക് അടക്കിയാണ്. ഒട്ടനവധി പാചക പ്രതിസന്ധികളും അല്ലെ നമ്മൾ പല കാര്യങ്ങളും നമ്മളെല്ലാം ചർച്ച ചെയ്താണ്. അങ്ങനെ ഇറാൻ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ കപ്പൽശാല നിർമ്മിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അത് തൊട്ടടുത്തുള്ള ഏത് രാജ്യമായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമാനുമായിട്ടാണ് ചേർന്ന് പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം, നീറ്റ് പ്രതിഷേധത്തിനിടയിൽ പോലീസ് അതിക്രമങ്ങൾ അന്വേഷിക്കുവാൻ സുപ്രീം കോടതി രൂപീകരിച്ച 5-അംഗ സമിതിയുടെ തലവൻ ആര് എന്നുള്ളതാണ്. ഇപ്രാവശ്യം നമുക്കറിയാം നീറ്റ് JEE എക്സാമുമായി ബന്ധപ്പെട്ട് ചോദ്യ പേപ്പറൊക്കെ എന്ത് ചെയ്യാണ്? ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രോബ്ലംസും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു പാർട്ടിയായിട്ട് അല്ലെ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ ഇവിടെ രൂപീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ PSC എന്നാണ് രൂപീകരിച്ചു എന്നൊരു ചോദ്യം വന്നു. അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന തീരുമാനത്തോടെ ജന്തർ മന്ദറിൽ അവർ സമരങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് രാജിവെച്ചിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. നിലവിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ പ്രഹ്ലാദ് ജോഷിയാണ്. അങ്ങനെ അതൊക്കെയുമായി ബന്ധപ്പെട്ട് പോലീസ് അതിക്രമങ്ങൾ കുട്ടികൾക്കെതിരെ എന്തെങ്കിലും നടത്തിയോ അതിനെ പറ്റിയൊക്കെ അന്വേഷിക്കാനായിട്ട് സുപ്രീം കോടതി ഒരു 5-അംഗ സമിതിയെ നിയമിച്ചു. ആ 5-അംഗ സമിതിയുടെ തലവൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ സുഭാഷ് റെഡ്ഡിയാണ്. സുഭാഷ് റെഡ്ഡിയാണ് 5-അംഗ സമിതിയുടെ തലവനായിട്ട് വന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ എന്താ? നീറ്റ് പ്രതിഷേധത്തിനിടയിൽ പോലീസ് അതിക്രമങ്ങൾ അന്വേഷിക്കുവാൻ സുപ്രീം കോടതി രൂപീകരിച്ച 5-അംഗ സമിതി തലവൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സുഭാഷ് റെഡ്ഡിയാണ് 5-അംഗ സമിതിയുടെ അധ്യക്ഷൻ, തലവൻ. അടുത്ത ചോദ്യം, നമുക്കറിയാം 2026 ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആചരിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ 50ാമത് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ആചരിച്ചത് അല്ലെ. 50ാമത് സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആചരിച്ചപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി 2 പുതിയ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിയിരിക്കുന്നു. ആ പ്രഖ്യാപനങ്ങളാണ് ഒന്ന് സപ്തധാര, മറ്റൊന്ന് യുവശക്തി.
ഒന്ന് നോക്കി വെച്ചോളുക, ഒന്ന് എഴുതി വെച്ചോളുക. സ്വതന്ത്ര ദിന പ്രസംഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രധാന പ്രഖ്യാപനങ്ങൾ, 2 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നമ്മൾ നോക്കി വെച്ചോളുക. ഒന്ന് ശബ്ദധാര പദ്ധതി, മറ്റൊന്ന് യുവശക്തി പദ്ധതി. ഇനി എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ആചരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ എത്രാമതാണ്? 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ 2026 ആചരിച്ചത്. 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ 2026 ആചരിച്ചത്. ഒരു നിയമനമാണ്. 2026 ഓഗസ്റ്റിൽ RBI സെൻട്രൽ ബോർഡിന്റെ പാർട്ട് ടൈം നോൺ ഒഫീഷ്യൽ ഡയറക്ടറായി നിയമിതനായ ISRO മുൻ ചെയർമാൻ. നമ്മുടെ ISRO മുൻ ചെയർമാൻ ആയിരിക്കുന്ന S സോമനാഥ്, അല്ലെ, മലയാളിയായിരിക്കുന്ന S സോമനാഥ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം RBIയുടെ സെൻട്രൽ ബോർഡിന്റെ പാർട്ട് ടൈം നോൺ ഒഫീഷ്യൽ ഡയറക്ടറായിട്ട് എന്ത് ചെയ്യുന്നു? നിയമിതനായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ 2026 ഓഗസ്റ്റിൽ RBI സെൻട്രൽ ബോർഡിന്റെ പാർട്ട് ടൈം നോൺ ഒഫീഷ്യൽ ഡയറക്ടറായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? ISRO ചെയർമാൻ, മുൻ ISRO ചെയർമാൻ ആയിരിക്കുന്ന S സോമനാഥ് ആണ്. നിലവിൽ ISRO ചെയർമാൻ ആരാ? V നാരായണൻ, അല്ലേ? V നാരായണനാണ് നിലവിൽ ISRO ചെയർമാൻ. V നാരായണൻ മലയാളിയാണോ അല്ലയോ? ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. V നാരായണൻ മലയാളിയാണോ, മലയാളിയായിട്ടുള്ള ISRO ചെയർമാനാണോ അല്ലേ എന്നുള്ള എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്തേക്കുക. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി വീണ്ടും ചുമതലയേറ്റ വ്യക്തി ആര് എന്നുള്ളതാണ്. ഇദ്ദേഹം 2002 ചുമതലയേറ്റതാണ്. അദ്ദേഹത്തിന്റെ കാലാവധി വീണ്ടും നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് വീണ്ടും 2027 വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി വീണ്ടും നീട്ടിക്കൊടുത്തിരിക്കുന്നത്. സോ ഇന്നോ നാളെ ചിലപ്പോൾ എന്റെ കാലാവധി വീണ്ടും നീട്ടിക്കൊടുക്കുമെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും അദ്ദേഹത്തിന്റെ ചുമതല നീട്ടിക്കൊടുത്തിരുന്നു. BR ആനന്ദ് നാഗേശ്വരൻ. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് വീണ്ടും ചുമതലയേറ്റ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞേ, വീണ്ടും ചുമതലയേറ്റത് BR ആനന്ദ് നാഗേശ്വരനാണ്. വീണ്ടും ചുമതലയേറ്റ വ്യക്തി BR ആനന്ദ് നാഗേശ്വരൻ. 2026 ഓഗസ്റ്റിൽ ബംഗ്ലാദേശ് പ്രസിഡന്റായി നിയമിതനായ വ്യക്തി ആരെന്നാണ്. അങ്ങനെ ബംഗ്ലാദേശിന്റെ 23ാമത് പ്രസിഡന്റ് ആയിട്ട് ബംഗ്ലാദേശിന്റെ മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീർ. ബംഗ്ലാദേശിന്റെ നിലവിലെ പ്രസിഡന്റ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീർ ആണ് 23ാമത് പ്രസിഡന്റ് ആയിട്ട് ആര് വന്നിരിക്കുന്നു? സോ 2026 ഓഗസ്റ്റിൽ ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇദ്ദേഹം ചുമതലയേറ്റിരിക്കുന്നു. നോക്കി വെച്ചോളുക, ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. അത് നമ്മൾ നോക്കി വെച്ചോളുക. മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീർ എന്ത് ചെയ്യുന്നു? പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിരിക്കുന്നു, അല്ലേ? എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? സ്വാഭാവികമായിട്ടും ഒരു പ്രസിഡന്റ് വരികയാണ് ബംഗ്ലാദേശിൽ നിന്ന്, ഒരു പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ തോന്നുന്നില്ല, എങ്ങാനും എവിടെയെങ്കിലും വെച്ചാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്ത് ചെയ്യും? ആലംഘനം ചെയ്യുമെന്ന് ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ അദ്ദേഹം ആലംഘനം ചെയ്യും എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ 2026 ഓഗസ്റ്റിൽ ബംഗ്ലാദേശ് പ്രസിഡന്റായിട്ട് നിയമിതനായ വ്യക്തി മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീർ ആണ്. നോക്കി വെച്ചോളുക. സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 350 വിക്കറ്റുകൾ തികയ്ക്കുന്ന 5ാമത്തെ ഇന്ത്യൻ താരമാര് എന്നുള്ളതാണ് ചോദ്യം. ടെസ്റ്റ് ക്രിക്കറ്റില് 350 വിക്കറ്റുകൾ തികയ്ക്കുന്ന 5ാമത്തെ ഇന്ത്യൻ താരമാണ് രവീന്ദ്ര ജഡേജ. നമുക്കറിയാം, ഇപ്രാവശ്യം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ശ്രീലങ്കയിൽ വെച്ച് ടെസ്റ്റ് നടക്കുകയാണ്. അതിലാണ് ഇന്ത്യ ജയിച്ചു. അതിലാണ് രവീന്ദ്ര ജഡേജ എന്ത് ചെയ്യുന്നൊരു ഈ ഒരു നേട്ടം കൈവരിക്കുന്നു. ഇത് മാത്രമല്ല, അദ്ദേഹം എന്താണ് 4000 റൺസ്, അല്ലെ, 4000 റൺസ്, ക്ഷമിക്കുക, അദ്ദേഹം 4000 റൺസും ഒപ്പം ഈ പറഞ്ഞതുപോലെ 350 വിക്കറ്റുകൾ തികയ്ക്കുന്നു. 350 വിക്കറ്റുകൾ അങ്ങനെ തികയ്ക്കുന്ന എത്രാമത്തെ ഇന്ത്യക്കാരനാണ്? 5ാമത്തെ ഇന്ത്യൻ താരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ ഇന്ത്യൻ താരമാണ്. അങ്ങനെയെങ്കിൽ 5 ഇന്ത്യൻ താരം ഞാൻ ഒന്ന് എഴുതിയിടുന്നു. ഒന്ന് നമ്മുടെ സ്വന്തം അനിൽ കുംബ്ലെ, അല്ലെ, അനിൽ കുംബ്ലെ, രവിചന്ദ്രൻ അശ്വിൻ, പിള്ളേരെ ഹർഭജൻ സിംഗ്, മറ്റൊന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റനായ കപിൽ ദേവ്, ഇപ്പോഴല്ല മുൻ ക്യാപ്റ്റൻ ആയിരിക്കുന്ന കപിൽ ദേവ്. പിന്നെ 5ാമത്തെ വ്യക്തി രവീന്ദ്ര ജഡേജയാണ്. പക്ഷേ അതേ ഗെയിമിൽ നമുക്ക്
മറ്റൊരു വലിയൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതേ ഗെയിമിൽ നടന്ന ഇപ്പോഴത്തെ നമ്മൾ 2026 ടെസ്റ്റ് നമ്മൾ ശ്രീലങ്കയുമായിട്ട് കളിക്കുന്നു. അതേ ഗെയിംസിൽ നമുക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ആ പ്രത്യേകത നമ്മൾ ടെസ്റ്റിൽ എത്രാമത് കളിയാണ് കഴിഞ്ഞിരിക്കുന്നത്? ടെസ്റ്റിൽ 600 ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം അല്ലെ. ചോദ്യം വന്നിരിക്കുന്നു, നോക്കൂ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ 600 ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഏത് രാജ്യത്തിനെതിരെയാണ് നടന്നു കഴിഞ്ഞു? ഏത് രാജ്യത്തിനെതിരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യം? ശ്രീലങ്ക. ടെസ്റ്റിൽ ആരാണ് നമ്മുടെ ക്യാപ്റ്റൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ശുഭ്മാൻ ഗിൽ. ഏത് വഴിക്ക് വേണോ എന്ത് ചോദ്യമോ പ്രതീക്ഷിച്ചു കൊള്ളുക. അപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ 600ാമത് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഏത് രാജ്യത്തിനെതിരെ എന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്തിനെതിരെയാണ്? ശ്രീലങ്കയ്ക്കെതിരെ. അതിലാണ് രവീന്ദ്ര ജഡേജ എന്ത് ചെയ്യുന്നു? 350 വിക്കറ്റുകളും 4000 റൺസും തികയ്ക്കുന്നു എന്നുള്ളതും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. മുന്നോട്ട് പ്രവേശിക്കുന്നു. ഇപ്രാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്, ഇനി വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും നമ്മളോട് ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. 2026 ഓഗസ്റ്റ് 18 കേന്ദ്ര യുവജന കായിക മന്ത്രാലയം പ്രഖ്യാപിച്ച അർജുന അവാർഡ് നേടിയ മലയാളികൾ 17 പേർക്ക് നമുക്കറിയാം അർജുന അവാർഡ് നൽകിയിരിക്കുന്നു. 17 പേർക്ക് അർജുന അവാർഡിൽ 2 പേർ മലയാളികളാണ്. 2 മലയാളികൾ. ഇപ്രാവശ്യം മലയാളികൾ. ഈ കഴിഞ്ഞ 10th പ്രിലിംസിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, അർജുന അവാർഡ് ലഭിച്ച നീന്തൽ കായിക താരം ആര് എന്നുള്ളതാണ്. നീന്തൽ കായിക താരം സജൻ പ്രകാശാണ് ആൻസർ അല്ലെ. നോക്കിക്കോ, ഇവിടെ 2 മലയാളികൾ. അതിലൊന്ന് ട്രീസ ജോളി. ഇപ്രാവശ്യം ബാഡ്മിന്റൺ ടൂർണമെന്റ് നടക്കുന്നു. ട്രീസ ജോളി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ബാഡ്മിന്റൺ ട്രീസ ജോളി അടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രീസ ജോളി അടിക്കട്ടെ. ഇന്ത്യയിലാണ് വേദി. നമ്മൾ മുന്നേ അത് ചർച്ച ചെയ്തതാണ്. ഇന്ത്യയിലാണ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വേദി. ബാഡ്മിന്റൺ ഗെയിം നടക്കുകയാണ്. ട്രീസ ജോളി കിട്ടട്ടെ അല്ലെ. ഒന്ന് ട്രീസ ജോളി. ഏതാണ് ഇവനെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാഡ്മിന്റൺ ആണ് ട്രീസ ജോളി. മറ്റൊന്ന് മുഹമ്മദ് അജ്മൽ വി ആണ്. മുഹമ്മദ് അജ്മൽ വി അത്ലറ്റിക്സ് ആണ്. മുഹമ്മദ് അജ്മൽ. 2 പേരെയും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും പഠിച്ചു വെച്ചിരുന്നോ? PS നമ്മളോട് ചോദിക്കും, യാതൊരു സംശയം വേണ്ട. അല്ലെങ്കിൽ ഇവർ ഏതാണ് ഇവന്റ് എന്നൊരു ചോദ്യം വരാം. 2026 ഓഗസ്റ്റ് 18 കേന്ദ്ര കായിക യുവജന മന്ത്രാലയം പ്രഖ്യാപിച്ച അർജുന അവാർഡിൽ 17 പേരിൽ 2 മലയാളികൾ, ട്രീസ ജോളി, മുഹമ്മദ് അജ്മൽ വി. ഈ പുരസ്കാരത്തിനോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കുക ദ്രോണാചാര്യ പുരസ്കാരം, അർജുന ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരങ്ങൾ ഒന്ന് നോക്കാം. നോക്കിക്കോ, അർജുന അവാർഡിൽ നമുക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം കൊണ്ടുപോയിരിക്കുന്നത് അരുമനായകം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇവന്റ് ചോദിക്കുകയാണെങ്കിൽ ഫുട്ബോൾ ആണ്. അദ്ദേഹത്തിന്റെ ഇവന്റ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഫുട്ബോൾ പരിശീലകൻ അല്ലെങ്കിൽ ഫുട്ബോൾ കായിക താരമാണ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയിരിക്കുന്നത് നമ്മുടെ അരുമനായകമാണ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം. ഇനി നോക്കിക്കോ, ദ്രോണാചാര്യ പുരസ്കാരം മികച്ച കായിക പരിശീലകനാണ്. റെഗുലർ വിഭാഗവും നൽകുന്നുണ്ട്, ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകുന്നുണ്ട്. അതിൽ നോക്കിക്കോ, ദ്രോണാചാര്യ പുരസ്കാരം റെഗുലർ വിഭാഗത്തിൽ നോക്കിക്കോ 3 പേർക്കാണ്. പർവീർ സിംഗ്, ഛോട്ടാ ലാൽ യാദവ്, നേഹ നന്ദകുമാർ ചവാൻ. 3 പേർക്കാണ്. പർവീർ സിംഗ്, ഛോട്ടാ ലാൽ യാദവ്, നേഹ നന്ദകുമാർ ചവാൻ. പർവീർ സിംഗ് അത്ലറ്റിക്സ് ആണ്. പർവീർ സിംഗ്. ഛോട്ടാ ലാൽ യാദവ് ബോക്സിംഗ് ആണ്. നേഹ നന്ദകുമാർ ചവാൻ ചോദിക്കുകയാണെങ്കിൽ ഷൂട്ടിംഗ് ആണ്. അദ്ദേഹം ഷൂട്ടിംഗ് ആണ്. ഇത് ദ്രോണാചാര്യ പുരസ്കാരം റെഗുലർ വിഭാഗത്തിലാണ്. നമുക്കറിയാം ദ്രോണാചാര്യ പുരസ്കാരം നേടുന്ന ആദ്യ മലയാളി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യ മലയാളി ആരാ? OM നമ്പ്യാർ അല്ലേ. ദ്രോണാചാര്യ പുരസ്കാരം നേടുന്ന ആദ്യ മലയാളി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ OM നമ്പ്യാരാണ്. OM നമ്പ്യാർ എന്താ പ്രത്യേകത? PT ഉഷയുടെ കായിക പരിശീലകൻ കൂടിയാണ് OM നമ്പ്യാർ എന്ന് പറയുന്നത്. PT ഉഷയുടെ കായിക പരിശീലകൻ കൂടിയാണ് OM നമ്പ്യാർ. ഇനി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം. ദ്രോണാചാര്യ പുരസ്കാരത്തിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയിരിക്കുന്നത് 2 പേരാണ്. 2 പേർ. അതിലൊന്ന് ധർമ്മേന്ദ്ര സിംഗ് യാദവ്. ഇവന്റെ ബോക്സിംഗ് ആണ് ധർമ്മേന്ദ്ര സിംഗ് യാദവ്. മറ്റൊന്ന് ഗുസ്തിയിൽ ആര് കൊണ്ടുപോയിരിക്കുന്നു? വീരേന്ദ്രകുമാറാണ്. ഗുസ്തിക്കാരന്മാരെല്ലാം വീരന്മാരായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്നോളാം കേട്ടോ. ഇവരൊക്കെ ഏത് കായികവുമായി ബന്ധപ്പെട്ട് എന്നൊരു ചോദ്യമൊക്കെ വരാം. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇറങ്ങി ഓടണം എന്നൊക്കെ തോന്നരുത്. വീരേന്ദ്രകുമാർ ഏതാണ് ഇവന്റെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുസ്തിയാണ്. ധർമ്മേന്ദ്ര സിംഗ് യാദവ്
ബോക്സിംഗ് ആണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവർ രണ്ടുപേരെയും ഇനി വരുന്ന എക്സാമിന് PSC തീർച്ചയായിട്ടും ചോദ്യങ്ങളുണ്ടായിരിക്കും. 2026 ഓഗസ്റ്റ് 18 കേന്ദ്ര യുവജന കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചതിൽ അർജുന അവാർഡ് 2 മലയാളികൾ, അതിലൊന്ന് ട്രീസ ജോളി, മറ്റൊന്ന് മുഹമ്മദ് അജുൽവി. ഇവന്റ് നോക്കി വെച്ചോളുക എന്നുള്ളതാണ്. ഇവന്റ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. പിന്നെ പുരസ്കാരങ്ങളിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ധർമ്മേന്ദ്ര സിംഗ് യാദവ്, മറ്റൊന്ന് വീരേന്ദ്രകുമാർ ഗുസ്തി. ക്ലിയർ? അപ്പോൾ ഇതുവരെ കാര്യം ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി കറണ്ട് അഫെയറിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചോദിക്കുന്നത് 100% ഉറപ്പുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ നോട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ട്രിക്സ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു, ഇടുന്നുണ്ട്. ഒന്ന് കയറുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.